നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കാൻ പലരും പേടി കാണിക്കാറുണ്ട്. കാരണം മൂത്രക്കല്ലുണ്ട്, അല്ലെങ്കിൽ വേറെ പിത്തസഞ്ചിയിൽ കല്ലുണ്ട്. അതുകൊണ്ട് ഈ കാൽഷ്യം കഴിച്ചാൽ അത് കല്ലായി മാറുമോ, കാൽഷ്യം കല്ലാണെന്ന് ഡോക്ടർ പറഞ്ഞു, അപ്പോൾ അത് കല്ലായി മാറുമോ എന്നുള്ള ഡൗട്ടൊക്കെ പലർക്കും ഉണ്ട്. ഇത് രണ്ട് പാത്വേയിലൂടെ വരുന്ന ഡെപ്പോസിറ്റ്സ് ആണ്. നമ്മൾ കാൽഷ്യം ഗുളിക കഴിച്ചതുകൊണ്ട് നിർബന്ധമായിട്ടും അത് മൂത്രക്കല്ലാവണമെന്നില്ല, എന്നാൽ അത് ആവണ്ടെന്നുമില്ല. നമ്മുടെ ഓക്സലേറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ തന്നെ അബ്സോർബായി നമ്മളത് യൂറിനിൽ, അതായത് കിഡ്നി കൂടെ പുറത്തേക്ക് തള്ളാൻ നോക്കുമ്പോൾ അവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് ഓക്സലേറ്റ്സ് ഫോം ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് കാൽഷ്യം, വൈറ്റമിൻ D3, സിങ്ക്, മാഗ്നീഷ്യം ഈ വക സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന കാൽഷ്യം ഒരു പരിധി വരെ അത് ബോണിലേക്ക് തന്നെ എത്തുള്ളൂ. അത് കൺവേർട്ടഡ് ആയിട്ട് നമ്മുടെ മൂത്രത്തിൽ ചെന്ന് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. സോ അത് പേടിച്ചിട്ട് ആരും കാൽഷ്യം കഴിക്കാതിരിക്കരുത്. പക്ഷേ കാൽഷ്യം കഴിക്കുമ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം, വെള്ളം കൂടി നിർബന്ധമാണ്. അതുപോലെ വൈറ്റമിൻ D ഈ വക സപ്ലിമെൻറ്റ്സ്, സിങ്ക്, മാഗ്നീഷ്യം, ഇതിന് കാൽഷ്യത്തിനെയും വൈറ്റമിനെയും പ്രോപ്പറായിട്ട് ബോണിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാവുന്ന സപ്ലിമെൻറ്റ്സ് കൂടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഓൾവേസ് ഇതില്ലാതെ നമ്മൾ കാൽഷ്യം കഴിച്ച് അവസാനിപ്പിക്കരുത്.